നാലാം ട്രാക്കിൽ 20-ാം നമ്പർ വള്ളം കാരിച്ചാൽ ആരും വിട്ടുകൊടുക്കുന്നില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം. അല്പം മുമ്പിൽ കാരിച്ചാൽ ഒരു തുഴപ്പാട് മുമ്പിൽ കാരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടങ്ങുന്ന കാരിച്ചാൽ ഇതാ അല്പം മുന്നിൽ സ്റ്റാർട്ടിങ്ങിൽ അല്പം മുമ്പിൽ ഒരു കാൽ വള്ളപ്പാട് മുന്നിൽ കാരിച്ചാൽ പോകുന്നു. തൊട്ടു പിന്നിൽ വിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേൽപ്പാടം ചുണ്ടൻ KBC കുമരകം തുഴയുന്ന മേൽപ്പാടം ചുണ്ടൻ അതിന് തൊട്ടുപിറകിലായി വലിയ ദിവാൻജിയും അങ്ങ് ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി ആഞ്ഞു തുഴഞ്ഞു വരികയാണ്. സമയമാണ് ഇവിടെ പ്രധാനം, സെക്കൻഡിൽ ഒരു അംശമാണ് ഇവിടെ പ്രധാനം. അതുകൊണ്ട് ഒരു നിമിഷം പോലും വിട്ടു കൊടുക്കാനില്ല. അവസാനത്തെ ഹീറ്റ്സ് മത്സരം. 4 ട്രാക്കിൽ 3 വള്ളങ്ങൾ മാത്രമാണ് മത്സരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. മാർഷൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്, കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, ഇപ്പോൾ ആരാണ് മുന്നിൽ നിന്ന് ഒരു ഇഞ്ചെങ്കിലും നമുക്ക് പറയാൻ കൈപ്പള്ളി ഇതാ ആകാശത്ത് പറക്കുന്ന 4 പറവകളെ കണ്ടില്ലേ? അതേക്കാട്ടിലും വളരെ വേഗത്തിൽ ഇതാ കായൽപ്പരപ്പിലൂടെ അങ്ങ് പാഞ്ഞടുത്തു വരികയാണ് കാരിച്ചാൽ ചുണ്ടൻ. വളരെ മുന്നിലേക്ക് കാരിച്ചാൽ ചുണ്ടൻ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ തൊട്ടു പിന്നാലെ മേൽപ്പാടൻ ചുണ്ടൻ KBC കുമരകം തീരുന്ന മേൽപ്പാടൻ ചുണ്ടൻ തൊട്ടു പിന്നിലുണ്ട്. വലിയ ദിവാൻജി മത്സരം ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. വലിയ ദിവാൻജി 1ാമത്തെ ട്രാക്കിൽ, 2ാമത്തെ ട്രാക്കിൽ ചുണ്ടനില്ല. 1, 2, 1, 3, 4 എന്നിങ്ങനെ ട്രാക്കുകളിലായിട്ട് ആവേശകരമായ മത്സരം നടക്കുന്നു. 5ാമത്തെ ഹിറ്റ്സ് ആണ് ഏറ്റവും ഒടുവിലത്തെ ഹിറ്റ്സ്. അതിൽ ഒരുപക്ഷെ പുന്നമടക്കായലിന് ആലപ്പുഴയ്ക്ക് വൈകാരികമായി ബന്ധമുള്ള വളരെ വൈകാരികമായി ബന്ധമുള്ള കാരിച്ചാൽ ചുണ്ടൻ. ജനിച്ച കാലം മുതലേ കേൾക്കുന്ന പേര്, ജനിച്ച നാൾ മുതൽ ഞാൻ അറിയുന്ന പേര് കാരിച്ചാൽ ചുണ്ടൻ. കാരിച്ചാൽ ചുണ്ടൻ ഇത്തവണ പള്ളുരുത്തി ബോട്ട് ക്ലബ്ബാണ്, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന കാരിച്ചാൽ. 2008 ഏറ്റവും ഒടുവിൽ കാരിച്ചാൽ 2016 പള്ളുരുത്തി ബോട്ട് ക്ലബ്ബ് കപ്പടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാരിച്ചാലിനെ അട്ടിമറിച്ച് നീങ്ങുക സാധ്യമല്ല. കാരിച്ചാലിന്റെ ഏറ്റവും വലിയ ആരാധകരും കൊല്ലംകാരനുമായിട്ടുള്ള കണ്ണൻ നായർ. കണ്ണ, കാരിച്ചാൽ ഇങ്ങനെ വരികയാണ് ചരിഞ്ഞ്. വരുന്ന വരവ് കണ്ടോ, എന്തൊരു വരവാണിത്. 1970 തുടങ്ങിയ വള്ളമാണ്. ഇഞ്ചോളിഞ്ച് പോരാടൊന്നും പറയാൻ പറ്റില്ല. കാരിച്ചാല് 4ാം ട്രാക്കിൽ വരുന്നത് കാരിച്ചാല്, അതായത് വെള്ളം കുറവുള്ള ട്രാക്കിൽ വരുന്നത് കാരിച്ചാല്. എത്ര വള്ളപ്പാട് നോക്കിക്കേ. കാരിച്ചാൽ തുഴയുന്ന ആരാ? പള്ളാത്തുരുത്തിയുടെ കരുത്തന്മാരാ. കഴിഞ്ഞ തുടർച്ചയായി 4 തവണ നെഹ്റു ട്രോഫി നേടുന്ന ക്ലബ്ബാണ്. ദേ വരുന്ന വരവ് കണ്ടോ. ആ നമ്മുടെ പുന്നമ്മടെ ആറ്റിലെ മോഹൻലാൽ വരുന്ന വരവ് കണ്ടോ. ഞാൻ ഈ പുന്നമ്പടയിൽ നിന്ന് നേരെ അങ്ങ് ഇന്റർനാഷണൽ ലെവലിലേക്ക് പോവുകയാണ്. ഈ വള്ളംകളി ഒരു ഇന്റർനാഷണൽ മാച്ചായിരുന്നെങ്കിൽ ഇവിടുത്തെ ഷൊഹൈബ് അഖ്തറാണ് നമ്മുടെ കാരിച്ചാൽ ചുണ്ടൻ എന്ന് പറയാം. ഇതൊരു ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരമാണെങ്കിൽ റോബർട്ടോ കാർലോസിന്റെ കിക്ക് പോലെയാണ് കാരിച്ചാൽ കൊണ്ടുവന്നത്. അങ്ങനെ ഇന്റർനാഷണലിലേക്ക് കേരളം മത്സരിക്കുവാണെങ്കിൽ പുന്നമ്പടക്കാരിലെ ഈ വള്ളങ്ങൾ, ഈ ചുണ്ടങ്ങൾ ഒരുപക്ഷെ മത്സരത്തിലെത്തുകയാണെങ്കിൽ ലോകം പറയാ ഇങ്ങനെ ആയിരിക്കും. ഷൊഹൈബ് അഖ്തറിനെ പോലെയാണോ? റോബർട്ടോ കാർലോസിന്റെ ഗോൾ ഓർമ്മയില്ലേ? ആ ഗോൾ പോലെ വരുന്ന നോക്കിയേ. എത്രയോ ദൂരത്ത് ആ എതിരാളികളെ പിന്നിലാക്കി ഏറ്റവും ദൂരത്ത് ഗോള് പായിച്ച ആ റോബർട്ടോ കാർലോസിനെ പോലെ വരുന്ന വരവെന്താ? ആ കറുത്ത ചിറക് വെച്ചൊരു അറിയന്റെ പിട പോലെ വരുന്ന വരവ് കണ്ടോ. അതാണ് കാരിച്ചാൽ, അതാണ് നമ്മുടെ വള്ളം. ആ PBC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന കാരിച്ചാൽ 3 വള്ളപ്പാടല്ല, 4 വള്ളപ്പാടല്ല, 5 വള്ളപ്പാടല്ല, ഏറ്റവും മുന്നിൽ കാരിച്ചാല് കേറി വാ, കൈക്കരത്തിൽ വേറി വാ, തുഴഞ്ഞു വാ എന്ന് പറയുന്ന ആരാധന കണ്ടില്ലേ? ഈ പുന്നമടക്കായലിലൊന്നും കാരിച്ചാല് മത്സരിക്കരുത്. കാരണം എതിരാളികൾ വളരെ വളരെ പിന്നിലായിക്കൊണ്ട് മഞ്ഞപ്പട്ടുടുത്ത ഒരു വിഷുക്കണി കൊന്ന പൂത്ത പോലെ, കരിനാഗത്തെ പോലെ പാഞ്ഞു വരുന്ന ആ ഒരു കരിനാഗത്തിന് വിഷുക്കണി കൊന്ന പൂത്ത പോലെ ആവേശത്തോടു കൂടി ആ ഇടിയന്മാരടി കണ്ടോ. കാരിച്ചാല് മാറ്റമില്ല. കാരിച്ചാല് ഒന്നാമതായിട്ട് കാരിച്ചാല് അവസാന ഹീറ്റ്സിൽ കാരിച്ചാൽ മുന്നിലേക്ക് വരുന്നു. അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അതായത് തൊഴിൽക്കാർക്ക് ശ്വാസം പോലും എടുക്കാതെ അതായത് 5ാം ഹീറ്റിൽ കാരിച്ചാൽ 5 വള്ളപ്പാടുകൾ പിന്നിലാക്കി. ആ 2 വള്ളങ്ങളെയും 5 വള്ളപ്പാടുകൾ, മേൽപ്പാടനെയും വലിയ ദിവാൻജിയെയും 5 വള്ളപ്പാടുകൾ. മേൽപ്പാടം പുതിയ വള്ളമാണ്, 2024 മാർച്ച് 8-ാം തീയതി പുറത്തിറങ്ങിയ വള്ളമാണ്. ആ വള്ളത്തെയൊക്കെ പിന്നിലാക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു പാരമ്പര്യമാണ്, എന്തൊരു തലപ്പൊക്കമാണ്.